പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദിവസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവചന ഭാഗം വായിക്കുന്നു. 133 സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുക എന്നുള്ളതാണ് ഈ തിരുവഴുത്തിനകത്തൂടെ ദൈവത്തിന്റെ ആത്മാവിന് നമ്മോട് പറയുവാനുള്ള ശക്തമായ സന്ദേശം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതമെങ്കിൽ, നമ്മുടെ കുടുംബമെങ്കിൽ, സഭയെങ്കിൽ ദൈവം എത്രമാത്രം സന്തോഷിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. രക്തം ചെയ്യാൻ ഹല്ലേലൂയ. അപ്പൊ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രിസ്തീയ ഐക്യത്തിന്റെ പ്രതീകങ്ങളായ വർണ്ണോജ്വലമായ 2 ഉപമാനങ്ങളാണ് ഈ കൊച്ചു സങ്കീർത്തനത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അവയിൽ ഒന്ന് മഹാപുരോഹിതനായ അഹരോന്റെ അഭിഷേക വേളയിൽ അവന്റെ തലയിൽ ഒഴിക്കുന്ന സൗരഭ്യം തൂകുന്ന ആ വിശേഷ തൈലവും, 2 സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന അല്ലെങ്കിൽ സന്തോഷം വരുത്തരുന്ന ഹെർമോന്യ മഞ്ഞും എന്നുള്ള ആ 2 ഉപമാനങ്ങളാണ്. ഹല്ലേലൂയ. അപ്പൊ സഹോദരന്മാർ തമ്മിലുള്ള ഐക്യം, ഞാൻ ഈ വചനത്തെക്കുറിച്ച് പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സഹോദരന്മാർ തമ്മിൽ ഉള്ള ഐക്യം, സ്നേഹം, സന്തോഷം, കരുണ, ബഹുമാനം, ആദരവ്, മനസ്സലിവ്, ഇതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടും. ഇന്നത്തെ സഭയുടെ കാര്യമല്ലേ ഞാൻ പറയുന്നത്. ആദിമസഭയിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ സഭയുടെ രീതി വേറെയാ. അല്ലേ? എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാനടക്കം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഐക്യതയിലായിരിക്കണം. ക്രിസ്തുമേൽ അടിസ്ഥാനപ്പെട്ട സഭകൾക്ക് മാത്രമേ ഐക്യത നിലനിർത്താൻ പറ്റത്തുള്ളൂ. ക്രിസ്തുവാണ് സഭയുടെ അടിസ്ഥാനമെങ്കിൽ അവിടെ ക്രിസ്തീയ ഐക്യത ഉണ്ടായിരിക്കും. സ്നേഹവും കരുതലും സന്തോഷവും സമാധാനവും പരസ്പര ബഹുമാനവും ആദരവും എല്ലാം ഉണ്ടായിരിക്കും. കരുണ ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ക്രിസ്തു അല്ല സഭയുടെ അടിസ്ഥാനമെങ്കിൽ ആ സഭയ്ക്കകത്ത് യാതൊരുവിധ ഐക്യത ഉണ്ടാകത്തില്ല. അവിടെ നിന്നും പ്രശ്നങ്ങളായിരിക്കും, രക്തം ചെയ്യും. അപ്പൊ ഇതാണ് ദൈവത്തിന് വചനം പറയുന്നത്. അപ്പൊ സഹോദരന്മാർ തമ്മിലുള്ള ഐക്യമത്യവും കുടുംബത്തിലായാലും സഭയിലായാലും ശുഭവും മനോഹരവുമാണ് എന്ന 1-ാം വാക്യം പറയുന്നത്. അല്ലൊരു ഇതൊരു അപൂർവമായ കാര്യമാണ് ഇങ്ങനെ കാണുക എന്ന് പറയുന്നത്. ഉണ്ടായിരിക്കും, എനിക്കറിയില്ല, ചിലയിടത്തെങ്കിലും ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എന്റെ കണ്ണിൽ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് സഭകളിലൊക്കെ പോയിട്ടുള്ളത് കൊണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇന്നുവരെ കണ്ടിട്ടില്ല. സഭയ്ക്കകത്ത് ഐക്യത കാണുന്നത്, പക്ഷങ്ങളുണ്ട് അവിടെ. അല്ലേ? അപ്പൊ ഇതാണ് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരമാകുമെന്ന് പറയുമ്പോൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, അല്ലെങ്കിൽ ഒന്നുകൂടെ നമ്മൾ ചിന്തിച്ചാൽ ക്രൈസ്തവ സമൂഹം കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി പുകഴ്ത്തി എന്ന സ്ഥലത്തെയാണ് ദൈവസഭ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവിടെ വെച്ച് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക മാത്രമല്ല, അവിടെ നിന്ന് സുവിശേഷകന്മാരും സുവിശേഷകരും സഹോദരി സഹോദരന്മാർ തലമുറകളൊക്കെ പ്രാർത്ഥന വീരന്മാരും പ്രാർത്ഥന പോരാളികളുമായി ഉയരണം. ഹല്ലേലൂയ. കർത്താവ് തന്ന അനുഭവത്തെ, ദൈവം നമുക്ക് തന്ന സഭയെ, അതിന്റെ പരിശുദ്ധിയിൽ നാം കാത്തു സൂക്ഷിക്കണം. രക്തം ചെയ്യണം. ദൈവം ആമേൻ അല്ലെ നമ്മോട് അരുളി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നാം സഭയ്ക്കകത്ത് പറയാവൂ. കെട്ടിച്ചമച്ചുകൊണ്ടൊന്നും പറയരുത്. സഭയ്ക്കകത്ത് പ്രസംഗിക്കേണ്ടത് പത്രക്കുറിപ്പുകളും വാട്സപ്പിലെ ഫേസ്ബുക്കിലെ വാർത്തകളല്ല, അല്ലെങ്കിൽ നമ്മൾ വായിച്ച നോവലിനകത്തെ കാര്യങ്ങളല്ല. സഭയ്ക്കകത്ത് സംസാരിക്കേണ്ടത് ദൈവവചനമായിരിക്കണം. അതോടനുബന്ധമായ അനവധി വ്യാഖ്യാന പുസ്തകങ്ങളുണ്ട് ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ. അതായിരിക്കണം സഭയ്ക്കകത്ത് പറയേണ്ടത്. അങ്ങനെ സഭയ്ക്കകത്ത് സ്നേഹത്തിന്റെ ഐക്യതയുടെ
ആമീൻ. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ശുശ്രൂഷ നടക്കുമ്പോഴാണ് സഭയിൽ ഐക്യതയും സ്നേഹവും സന്തോഷവും സമാധാനവും നിറയുന്നതും അവിടെ നിന്ന് പ്രാർത്ഥന പോരാളികളെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ആ സഭയ്ക്ക് ഐക്യത ഉണ്ടായിരിക്കും. പക്ഷെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സഭയുടെ ഐക്യത നിങ്ങൾക്കറിയത്തില്ലേ? ജാതിയുടെ പേരില്, മതത്തിന്റെ പേരില്, നിറത്തിന്റെ പേരില്, വർണ്ണത്തിന്റെ പേരില്, പാരമ്പര്യത്തിന്റെ പേരില്, വിദ്യാഭ്യാസത്തിന്റെ പേരില്, പിന്നെ പണക്കൊഴുപ്പ്, അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സഭ എന്ന് പറയുന്നത്. കറുത്തവർക്ക് ഒരു പാസ്റ്റർ അല്ലെ ഒരു ഉപദേശി, വെളുത്തവർക്ക് ഒരു ഉപദേശി. കറുത്തവർ സഭയിൽ വന്ന് അവരെ ഒഴിവാക്കി നിർത്തുക, വെളുത്തവരെ ചേർത്ത് നിർത്തുക, മക്കൾ വിദേശത്തുള്ളവരെ കൂടുതൽ ആദരിക്കുക, മക്കളൊന്നും ജോലിക്കാരില്ലെങ്കിൽ അവരെ പുറകിൽ മാറ്റി നിർത്തുക, ദശാംശം നല്ല സ്വോത്രകാഴ്ച പൈസ കൂടുതൽ കൊടുക്കുന്നതിനെ സഭയിൽ പ്രസംഗിച്ച് അവനെ പൊക്കിക്കാണിക്കുക. ഇതൊക്കെ ഇന്നത്തെ സഭ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ സഭ. ഒരു കൂട്ടം പാസ്റ്റർ പക്ഷം, ഒരു കൂട്ടം പ്രതിപുരുഷന്റെ പക്ഷം, ഒരു കൂട്ടം സെക്രട്ടറി പക്ഷം, ഒരു കൂട്ടം സഹോദരിമാരുടെ പക്ഷം, അങ്ങനത്തെ ഇന്നത്തെ സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ സഭയ്ക്കകത്ത് ദൈവപ്രവൃത്തിയില്ല. അല്ലേ? പക്ഷേ വേദപുസ്തകം എന്ത് പഠിപ്പിക്കും? ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകും. പൗലോസ് പറയുന്നത് നാം എല്ലാം ഒരപ്പത്തിന്റെ അംശികളെന്നാണ്. ഒരപ്പത്തിന്റെ അംശികളായ ദൈവസഭ. അല്ലേ? ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ദൈവസഭയ്ക്കകത്ത് ഭിന്നത വരാൻ പാടില്ല. അല്ലേ? കലക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല. വാദപ്രതിവാദങ്ങളും ഏഷണിയും നുണപറച്ചിലും ഉണ്ടാകരുത്. അവിടെ സമാധാനം നിലനിർത്തണം, സ്നേഹം. എല്ലാവരെയും സ്നേഹിക്കുവാൻ കഴിയണം, എല്ലാവരും സ്നേഹിക്കുവാൻ കഴിയണം, എല്ലാവരും നമുക്ക് ചേർത്ത് പിടിക്കുവാൻ കഴിയണം. പ്രൈസറോ. ഒരുപക്ഷെ നമ്മളെക്കാൾ ബലഹീനരും, നമ്മളെക്കാൾ സൗന്ദര്യം കുറഞ്ഞവരും, നമ്മളെക്കാൾ സൗന്ദര്യം കൂടിയവരും, പണമുള്ളവരും പ്രതാപമുള്ളവരൊക്കെ ആയിരിക്കും. ഇല്ലാത്തവരും കാണും അവിടെ. പക്ഷെ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുമ്പോഴാണ് ഒരു ഇടയന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നത്. പ്രൈസറോ. ആ സഭയ്ക്കകത്താണ് ഐക്യത. അതാണ് ഇവിടെ അല്ലെങ്കിൽ അതിന്റെ സംഗീതനക്കാരൻ പറയുന്നത്. സ്തോത്രം. മഹാപുരോഹിതനായ അഹരോന്റെ അഭിഷേക വേളയിൽ അവന്റെ തൈൽ ഒഴിക്കുന്ന സൗരഭ്യം തൂകുന്ന വിശേഷ തൈലം പോലെയാണ്. അപ്പൊ സഭയ്ക്കകത്ത് നല്ല അഭിഷേകത്തിന്റെ സൗരഭ്യം ഉണ്ടായിരിക്കണം. പ്രൈസറോ. സഭയ്ക്കകത്ത് സൗരഭ്യം എന്ന് പറഞ്ഞാൽ അഭിഷേകം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ സൗരഭ്യമായിരിക്കണം. ദൈവമക്കൾ കൂടിയിരുന്ന് ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവിടെ നിന്ന് സൗരഭ്യവാസന പുറത്തേക്ക് വരുമ്പോഴാണ്, അവിടെ നിന്ന് സൗരഭ്യം പുറത്തേക്ക് വരുമ്പോഴാണ് ജാതികളിലേക്ക് ആ മഹത്വം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അത് മാനസാന്തരപ്പെട്ടവർക്ക് മാത്രമേ ഐക്യതയിൽ ദൈവസഭയിൽ ഇരിക്കാനും ആരാധിക്കാനും പറ്റത്തുള്ളൂ. യഥാർത്ഥ മാനസാന്തരം വന്നവന് മാത്രമേ സഹോദരനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതൊരു ഇടയനായിരുന്നാലും ഒരു ഉപദേശിയായിരുന്നാലും, ഹല്ലേലൂയ, ഇനി വിശ്വാസികളായിരുന്നാലും യഥാർത്ഥമായി കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാനസാന്തരം പ്രാപിച്ച വ്യക്തിക്ക് മാത്രമേ സഹോദരന്മാരെ ഒരുപോലെ കാണാൻ പറ്റത്തുള്ളൂ, സഹോദരിമാരെ ഒരുപോലെ കാണാൻ പറ്റത്തുള്ളൂ. അവിടെ വേർതിരിവുണ്ടാകത്തില്ല. അല്ലെങ്കിൽ സമാധാനമായിരിക്കും, സ്നേഹിക്കാൻ കഴിയണം. പ്രൈസോ. എന്നെ കേൾക്കുന്നപ്പോൾ സ്നേഹിത, ഈ ദൈവവചനമൊക്കെ നമ്മോട് പറയുന്നത് നമ്മുടെ സഭയ്ക്കകത്തും കുടുംബത്തിനകത്തും ഐക്യത ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കുടുംബത്തിലായിരുന്നാൽ പോലും അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബത്തിൽ ആരെയും കുറച്ച് കാണരുത്. അപ്പന് അപ്പൻ്റെതായ വിലയുണ്ട്, അമ്മയ്ക്ക് അമ്മയുടേതായ വിലയുണ്ട്, മക്കൾക്ക് മക്കളുടേതായ വിലയുണ്ട്. പരസ്പരം ബഹുമാനത്തോടും ആദരവോടും ഐക്യതയോടും കൂടി കുടുംബം കൊണ്ടുപോകുമ്പോഴാണ് അല്ലെങ്കിൽ നമുക്ക് ദൈവസഭ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതിന് യോശുവ പറഞ്ഞതുപോലെ നമ്മൾ ചിന്തിക്കണം, ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നൊക്കെ പറഞ്ഞതുപോലെ ആ ഒരു അനുഭവത്തിലേക്ക് എത്തണം ദൈവസഭ. ഹല്ലേലൂയ. ഇവിടെ ദൈവജനം പറയുന്നത് ഇന്ന് അനേക സഭകൾ ഉപദേശങ്ങളിൽ ചിതറിക്കിടക്കുക. അനവധി സഭകൾ ഉപദേശങ്ങളിൽ ചിതറിക്കിടക്കുക. ഇന്നത്തെ സഭയിലെ പ്രസംഗം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സഭയ്ക്കകത്ത് പ്രസംഗിക്കുന്നവർ അവർ ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളോ പാശ്ചാത്യ രാജ്യങ്ങളിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ പോയാൽ മതി. അവരാ പോയതും വന്നതും, പോയി കിടന്ന വീടും ഭക്ഷിച്ച ഭവനവും ശുശ്രൂഷിച്ച സഭയും കയറിയ വണ്ടിയും കയറിയ ഹോട്ടലൊക്കെ പറഞ്ഞ് സഭയ്ക്കകത്ത് ശുശ്രൂഷ നടത്തും. അവിടെ എന്താ ഐക്യത ഉണ്ടാകാനാ? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരൻ, നിങ്ങൾ പോയതും വന്നതും തിന്നതും കുടിച്ചതും ഇരുന്നതും കിടന്നതും ഒന്നും കേൾക്കാനല്ല ദൈവസഭയ്ക്കകത്ത് ദൈവജനം കടന്നു വരുന്നത്. അവർ ദൈവവചനം കേൾക്കാനാ.
അതുകൊണ്ട് നിങ്ങൾക്ക് പറയുവാനുള്ള നിങ്ങൾ പേഴ്സണലായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കണം. വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് കേൾപ്പിക്കണമെങ്കിൽ അവരുടെയൊക്കെ വീട്ടിൽ പോയിരുന്നിട്ട് പറയണം. സഭയ്ക്കകത്ത് ദൈവവചനം പ്രസംഗിക്കണം. സഭയ്ക്കകത്ത് വചനം പ്രസംഗിക്കണം. യേശു എന്താണ് പറഞ്ഞത്? പൗലോസ് എന്താണ് പറഞ്ഞത്? ഞാൻ വരുവോളം ഇത് കരുതുക എന്നാ. വായനയും പ്രബോധനവും അന്യോന്യം പ്രാർത്ഥിച്ചും തമ്മിൽ പ്രബോധിപ്പിച്ചും ഒരുവിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിച്ചു. ഇതൊക്കെ ദൈവസഭയുടെ അടിസ്ഥാനങ്ങൾ എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ ലോകപരമായ കാര്യങ്ങൾ വിളമ്പുവാനല്ല ദൈവം നമ്മെ സഭയുടെ ശുശ്രൂഷകന്മാരാക്കി വെച്ചിരിക്കുന്നത്. കഷ്ടതയുടെ, വേദനയുടെ, സങ്കടത്തിന്റെ, ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ നടുവിലൂടെ ഭാരപ്പെടുന്ന അനവധി ജീവിതങ്ങളുണ്ട്. വളരെ മാനസികമായ പ്രയാസത്തോടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. കടക്കണി കൊണ്ടും രോഗം കൊണ്ടും മഹാവ്യാധി കൊണ്ടും കുടുംബത്തിനകത്തെ അരാജകത്വം കൊണ്ടൊക്കെ നിറയപ്പെട്ട് കടന്നു പോകുന്ന അനവധി ആളുകൾ നമ്മുടെ സഭയിലും ദേശത്തുമുണ്ട്. അത് തലയിൽ ആഴ്ചയിൽ 6 ദിവസം കഠിനമായി വേല ചെയ്ത് ആമയും ജീവിതം കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. അവരൊരു ഞായറാഴ്ച ഒരു സഭയ്ക്ക് കടന്നു വരിക എന്നൊക്കെ പറയുന്നത് ദൈവവചനം കേൾക്കാനാണ് വരുന്നത്. ആത്മാവിൽ വചനം കേട്ടൊന്ന് സന്തോഷിച്ച് അഹരോന്റെ തലയിൽ ഒഴിച്ച ആ വിശേഷ തൈലത്തിന്റെ സൗരഭ്യം പോലെ സഭയ്ക്കകത്തുനിന്ന് വചനം കേട്ട് ആത്മാവിൽ സൗരഭ്യം നിറഞ്ഞു പോകാനാണ് ഈ ജനം സഭയിൽ കടന്നു വരുന്നത്. അവരെ വെട്ടിമുറിക്കുന്ന, അവരെ തകർക്കുന്ന ശുശ്രൂഷയല്ല സഭയ്ക്ക് വേണ്ടിയത്. കുത്തുപ്രസംഗങ്ങളല്ല വേണ്ടിയത്. അല്ലേലിയ, സ്നേഹത്തിന്റെ പ്രസംഗം ചെയ്യണം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും ആത്മാവിന്റെ ശുശ്രൂഷ സഭയിൽ നടക്കണമെന്ന്. അല്ലേലിയ, സ്വതം ആത്മാവിന്റെ ശുശ്രൂഷ സഭയിൽ നടക്കുമ്പോൾ വരുന്ന ജനത്തിന്റെ ആത്മാവിന് നല്ല കുളിർമ കിട്ടും. രക്തം ചെയ്യും. അവൻ ഏത് ഭാരത്തിലൂടെ കടന്നു വന്നാലും, ഏത് സങ്കടത്തിലൂടെ കടന്നു വന്നാലും, ഏതെല്ലാം പ്രതിസന്ധികളാണ് അഭിമുഖീകരിക്കുന്നെങ്കിലും യഥാർത്ഥമായി ദൈവവചന സഭയ്ക്കകത്ത് പ്രസംഗിച്ചാൽ ആ വ്യക്തിക്ക് ആത്മാവിൽ സന്തോഷിക്കാൻ കഴിയും. ഒരുപക്ഷെ ആത്മഹത്യയുടെ വക്കിലിരിക്കുന്ന വ്യക്തി പോലും ആത്മഹത്യ ഉപേക്ഷിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമെന്നോ. കാരണം സഭയ്ക്കകത്ത് ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടണം. അല്ലേലിയ. അതുകൊണ്ട് സഭയ്ക്കകത്ത് വിവിധമായ ഉപദേശങ്ങൾ കടന്നുകൂടിയിട്ട് സഭ ചിതറി. ചിലരുടെ സ്വാർത്ഥതയാണ് സഭയ്ക്കകത്ത് കാണിക്കുന്നത്. ചിലരുടെ സ്വാർത്ഥതയാണ്. ഒരു കസേര വാങ്ങിക്കൊടുത്താൽ മതി, അതിനെ എടുത്ത് പ്രസംഗിച്ച് കാണിക്കും. സഭയ്ക്ക് ഒരു കസേര വാങ്ങിച്ചു കൊടുത്താലും ഒരു ഫാൻ മേടിച്ചു കൊടുത്താലും അല്ലേലിയ, ആ ഞായറാഴ്ചത്തെ പ്രസംഗം അതായിരിക്കും. അല്ലേലിയ, സ്തോത്രം. ദൈവവചനമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ യേശുവിന്റെ ശുശ്രൂഷ കണ്ടിട്ടില്ലേ? സുവിശേഷങ്ങൾ 4 വായിച്ചിട്ടില്ലേ? പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങൾ എഴുതി തന്നത് കണ്ടിട്ടില്ലേ? അതിനകത്തൊക്കെ കസേര മേടിച്ചു തന്നു, ഫാൻ മേടിച്ചു തന്നതൊക്കെ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. ജാതീയ വ്യത്യാസം, വർഗ വ്യത്യാസം ഒന്നും അവരോട് പറഞ്ഞിട്ടില്ല. അല്ലേലിയ, സ്നേഹത്തിന്റെ ശുശ്രൂഷ ചെയ്യണമെന്ന ഇതൊക്കെ നമുക്ക് മുന്നമേ ബോധിപ്പിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്തിനാണ്? സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കാൻ വേണ്ടിയിട്ടാണ്. ഭാര്യയും ഭർത്താവും കുടുംബത്തിനകത്ത് ഒത്തൊരുമിച്ച് വസിക്കണം. അല്ലേലിയ, ഭിന്നത വരാൻ പാടില്ല, അഭിപ്രായ വ്യത്യാസം വരാൻ പാടില്ല. ഒരാൾക്കൊരു കുറവുണ്ടെങ്കിൽ, ഭർത്താവിനൊരു കുറവുണ്ടെങ്കിൽ, ഭാര്യയ്ക്കൊരു കുറവുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ ചർച്ച ചെയ്ത് പരിഹരിക്കണം. അല്ലേലിയ. മക്കളുടെ ജീവിതം ക്രമീകൃതമായി പോകുന്നില്ല എങ്കിൽ അത് പറഞ്ഞ് പരിഹരിച്ച് മനസ്സിലാക്കി കൊടുക്കണം. സഹോദരങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സഭയ്ക്കകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ സഭയുടെ ഇടയനും ദൈവമക്കളോട് ഒന്നിച്ചിരുന്ന് സ്നേഹത്തിലൂടെ തെറ്റുകൾ പറഞ്ഞു കൊടുക്കണം. തർജ്ജനം ചെയ്യേണ്ടടുത്ത് തർജ്ജനം ചെയ്യുകയും ചെയ്യണം. അല്ലേലിയ. അപ്പം നമ്മൾ സ്നേഹത്താൽ ഇടപെട്ട് സ്നേഹത്തോടുകൂടി സംസാരിച്ച് അവരതിന് വഴങ്ങുന്നില്ലെങ്കിൽ സഭയ്ക്ക് ഒരു പൊതുവായ തീരുമാനമൊക്കെ എടുക്കാനായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്. അല്ലേലിയ, സ്വതന്ത്രം. അതൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ സഭയ്ക്കകത്ത് ആത്മാവിന്റെ ശുശ്രൂഷ ആവശ്യം. മാനസാന്തരപ്പെട്ടവൻ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മാനസാന്തരത്തിന്റെ അനുഭവം ഉള്ളവന് മാത്രമേ ആത്മാവിന്റെ വരങ്ങളും ഫലങ്ങളാലും നിറയപ്പെട്ട ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ അവർ കണ്ടതും കേട്ടതും വിളിച്ചു പറയും. കണ്ടതും കേട്ടതും നമ്മുടെ പരിപാടി പണ്ട് റേഡിയോയിലുണ്ടായിരുന്നു. ഇത് പറഞ്ഞവിടെ ഇന്നത്തെ സഭയ്ക്കകത്തും കണ്ടതും കേട്ടതും പറയാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. വചനമുണ്ടല്ലോ പ്രസംഗിക്കാൻ, ഇഷ്ടംപോലെ വചനമുണ്ട് പ്രസംഗിക്കുക. നിങ്ങളുടെ ഒരായുസ് മുഴുവൻ നിങ്ങൾ പ്രസംഗിച്ചാൽ തീരാത്തതുപോലെ ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. അല്ലേലിയ. കർത്താവായ യേശുക്രിസ്തു അല്ലേലിയ 33.5 തിരുവയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ചു. 3.5 വർഷത്തെ യേശുവിന്റെ പരശുശ്രൂഷയിൽ യേശുക്രിസ്തു പറഞ്ഞു തന്ന വചനങ്ങൾ
ഈ 2024 പ്രസംഗിച്ചിട്ടും തീർന്നില്ല എന്ന് ഓർക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ പ്രസംഗിക്കുവാനുള്ള വചനവും ദൈവിക സന്ദേശവും ദൈവിക ദൂതുകളും പ്രവചനാത്മാവിൽ ദൈവവചനത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ സ്നേഹത്തിന്റെ ഭാഷയിൽ ഹല്ലേലൂയ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കണം, ബലഹീനരെ ചേർത്ത് പിടിക്കണം, അല്ലെങ്കിൽ സാധുക്കളെ ചേർത്ത് പിടിക്കണം. ആരോടും കൈപ്പായിരിക്കരുത്, ആരോടും മുഖപക്ഷം കാണിക്കരുത്. ഹല്ലേലൂയ. നിങ്ങളൊരു സഭയുടെ ഇടയനായിരിക്കുമ്പോൾ ഒരു പക്ഷേ സഭയ്ക്കകത്ത് നിങ്ങളെ നന്നായിട്ട് സഹായിക്കുന്നവർ കാണും, നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ തരുന്നവർ കാണാം, ഗിഫ്റ്റ് തരുന്നവർ കാണും. വിദേശത്ത് പോകുമ്പോൾ നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവർ കാണും. വിദേശത്ത് മക്കളൊക്കെ വരുമ്പോൾ അവർ വരുമ്പോൾ നിങ്ങളെ നന്നായിട്ട് സഹായിക്കുന്നവർ കാണും. പക്ഷെ സഭയ്ക്കകത്ത് പ്രസംഗിക്കരുത്. അതൊക്കെ നിങ്ങൾ അവരുടെ വീട്ടിലൊക്കെ ഇരുന്ന് പറഞ്ഞാൽ മതി. ഇതന്നെ സഭയ്ക്കകത്ത് പറയുന്നേ. അത് തരാൻ കഴിവില്ലാത്ത സഭയിലുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം. അവരുടെ മനസ്സ് വേദനിക്കുക. മറ്റുള്ളവർ തരുന്ന പോലെ തരുവാൻ കഴിയാതെ സഭയ്ക്കകത്ത് സങ്കടപ്പെടുന്ന വേദനപ്പെടുന്ന ചില ജീവിതങ്ങൾ കാണും. അവരാ സമയത്തിരുന്ന് വിങ്ങിപ്പൊട്ടുകയാണ്, നെഞ്ചുരുകയാണ്, അവരുടെ ഹൃദയത്തിന് വേദനയാണ്. അവർ ചിന്തിക്കും, കർത്താവ് ഞങ്ങളെ മാത്രം തഴഞ്ഞുകൊണ്ട്, ഞങ്ങളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കൂട്ടരെ മാത്രം ഉയർത്തിപ്പറയുന്നല്ലോ എന്നവരോർത്ത് അവർ ചങ്ക് പൊട്ടി വേദനിക്കും, ഹൃദയം നൊന്ത് വേദനിക്കും. ആ കണ്ണുനീര് നിങ്ങൾക്ക് ശാപമാണ്. പ്രൈസലോ. ആ കണ്ണുനീര് ശാപമാണ് ശ്രോതാവേ. അതുകൊണ്ട് സഭയ്ക്കകത്ത് ക്രിസ്തു നൽകിയിരിക്കുന്ന സ്നേഹത്തിന്റെ ശുശ്രൂഷ ചെയ്യണം. യേശു സ്നേഹമാണെന്ന് പറയണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ സഭയ്ക്കകത്ത് ഇന്നത്തെ ശുശ്രൂഷ ദുരുപദേശങ്ങൾ, പേരിനും പ്രശസ്തിക്കും സ്ഥാനത്തിനും മാനത്തിനും പണത്തിനും വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയായി മാറി. അനവധി ദുരുപദേശകന്മാർ സഭയ്ക്കകത്ത് പെരുകി. അവര് കാണിച്ചു കൂട്ടുന്ന ഓരോരോ കോപ്രായങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? ലഹരിയ. എന്തെല്ലാം തന്ത്രങ്ങളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയ്ക്കകത്ത് നടക്കുന്നത്. അത്രമാത്രം പിശാച് ദൈവജനത്തെ പിശാചിന്റെ കരങ്ങൾ ഉപയോഗിക്കുന്നു. വചനവുമായി യാതൊരു അടിസ്ഥാനവുമില്ലാതെ, വചനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അനവധി ശുശ്രൂഷകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലഹരിയ രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നാം കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ വിശുദ്ധിയുടെ ശുശ്രൂഷ ചെയ്യണം. പ്രൈസലോ. വിശുദ്ധിയുടെ ശുശ്രൂഷ ചെയ്യണം. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ദൈവത്തിന്റെ വചനം എന്താണെന്ന് നാം മുന്നമേലിരുന്ന് പഠിച്ച് കണക്കുകൂട്ടി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച് ബോധ്യപ്പെട്ട് അത് ധ്യാനിച്ച് പഠിച്ച് ദൂതുകൾ ഏറ്റെടുത്ത് വരണം. ഇന്നത്തെ ശുശ്രൂഷകളെ ഇപ്പോൾ കിട്ടിയതാ പറയുന്നത്. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം ഇപ്പോൾ കിട്ടിയതാ. അതൊരു പക്ഷെ ശരിയായിരിക്കാം. ഞാൻ പക്ഷേ അത് പലരും പറയുന്നത് കേട്ടിട്ട് പിന്നെ കിടന്ന് തപ്പി തടയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ നടത്തുമ്പോൾ പലരും ഇപ്പോൾ കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ വേദഭാഗത്തെ ആ വാക്യം പോലും വായിക്കാൻ മറന്നുപോയവരെ എനിക്കറിയാം. ഇപ്പൊ കിട്ടിയതെന്ന് പറഞ്ഞു, പക്ഷെ വാക്യം അറിയത്തില്ല എന്താണെന്ന്. അറിയില്ല. സ്തോത്രം. എന്നെ കേൾക്കുന്ന നിങ്ങളൊരു സഭയ്ക്ക് പോകുമ്പോൾ, ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ, ആ സഭയ്ക്ക് വേണ്ടുന്ന ദൂത് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ആ സഭയ്ക്ക് പ്രസംഗിക്കാനുള്ള വചനം എന്താണെന്ന് കണ്ടുപിടിക്കണം. ആ വചനം നിങ്ങൾ കണ്ടുപിടിച്ച് അതിനകത്ത് ദൂതുകൾ പ്രാപിച്ച് പ്രാർത്ഥനയോടെ പോയാൽ അവിടെ ചെന്ന് നിങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത് ദൈവം പുതിയ ചിന്തകളൊക്കെ ദൈവം തരും. അത് അതാ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ദൂത്, വെളിപ്പാടെന്നൊക്കെ പറയുന്നത്. അല്ലാതെ യാതൊരു ഒരുക്കവുമില്ലാതെ, ഒരു ഒരുക്കവുമില്ലാതെ, യാതൊരു തയ്യാറുമില്ലാതെ, പ്രാർത്ഥനയില്ലാതൊക്കെ സഭയിൽ ചെന്ന് ഞാൻ അവിടെ നിന്ന് ഇവിടെ വരുന്നിടം വരെ ഇങ്ങനെ ആലോചിച്ചു, ബസ്സിൽ ഇരുന്നപ്പോൾ, ട്രെയിനിൽ ഇരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, സഭയിൽ വന്നിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, അങ്ങനെ ഇരുന്നപ്പോൾ ഇപ്പോൾ കിട്ടിയ വചനം. ഹല്ലേലൂയ. നിങ്ങൾ ഒരുക്കത്തോടെ വരണം. ഹല്ലേലൂയ. 10 കന്യകമാർ, 5 പേര് ബുദ്ധിയുള്ളവരും 5 പേര് ബുദ്ധിയില്ലാത്തവരുമാണ്. 5 പേര് അവരുടെ വിളക്കിനോട് കൂടെ എണ്ണ എടുത്തിരുന്നു. 5 പേർക്ക് വിളക്കിൽ എണ്ണയില്ലാതായിപ്പോയി. മണവാളൻ വന്ന് മുട്ടി വിളിച്ചപ്പോൾ എന്ത് ചെയ്തു? ബുദ്ധിയുള്ള 5 പേര്, വിളക്കിൽ എണ്ണയുള്ളവർ അവരെടുക്കപ്പെട്ടു. ബുദ്ധിയില്ലാത്തവർ എണ്ണ വാങ്ങി വന്നപ്പോഴത്തേനും ഹല്ലേലൂയ അവരുടെ മുമ്പിൽ വാതിലടഞ്ഞു പോയി. എന്നെ കേൾക്കുന്ന കുറച്ച് ഒരുക്കത്തോടെ ആയിരിക്കണം. അപ്പൊ ഇന്നത്തെ കാലത്ത് സഭയ്ക്കകത്ത് ഒരുപാട് ദുരുപദേശങ്ങൾ ചിതറിക്കിടക്കുന്നത്, പലരുടെ സ്വാധീനത്തിനനുസരിച്ചുള്ള ഐക്യത അവർ വെളിപ്പെടുത്തുന്നത്. സഭയിൽ തിരഞ്ഞെടുപ്പ് വന്നാൽ മതി. ഹല്ലേലൂയ. നാട്ടിലുള്ള സകല പിശാചുക്കളും ദൈവസഭയ്ക്കകത്ത് വരും. നമ്മുടെ സഭകളിലെ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാല് ആ നാട്ടിലുള്ള, ആ ദേശത്തുള്ള സകല പിശാചുക്കളും ആ സഭയ്ക്കകത്ത് വരും, ആ പ്രസ്ഥാനത്തിനകത്ത് വരും.
അല്ലേ? പിന്നെ വെല്ലുവിളിയായി, വാദപ്രതിവാദങ്ങളായി, മത്സരമായി, പ്രചരണങ്ങളായി, പണമായി, കൈക്കൂലിയായി, പക്ഷമായി, ചേർത്തതിലായി, പിന്നെ ബഹളമായി, ചീത്തയായി, അസഭ്യമായി, എന്തെല്ലാമാ. അതുകൊണ്ട് നമ്മുടെ സഭയ്ക്കകത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പിശാചുക്കളെ വിളിച്ചു കയറ്റുന്നതാണ്. ആ സമയത്ത് വിശുദ്ധിയുടെ സംസാരങ്ങളൊന്നുമില്ല, വേർപാടിന്റെ സംസാരങ്ങളൊന്നുമില്ല, ഭക്തിയുടെ വേഷങ്ങളൊന്നുമില്ല. ഭക്തിയുടെ വേഷഭൂഷാദികൾ മാത്രമേ ഉള്ളൂ അന്നേരം തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ. ഈ സമയത്ത് നീ ദേശത്തുള്ള സകല പിശാചുകളെയും സഭയ്ക്കകത്ത് വിളിച്ചു കയറ്റി തെരഞ്ഞെടുപ്പ് പിശാച് കയറിയിട്ടുണ്ട്. ജാതി വ്യത്യാസം, സ്വത്ത് വ്യത്യാസം, പദവ്യത്യാസം, അധികാരങ്ങള്, സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് ഓരോരുത്തരും അങ്ങ് ഉയരാൻ തുടങ്ങുന്നേ. അല്ലേ? നമ്മുടെ സഭ സ്നേഹത്തിലായി തീരട്ടെ. ഏത് സഭയാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഞാൻ എല്ലാ സഭയും കൂടെ കൂട്ടിയാ പറയുന്നത്, ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി പറയുന്നതാ. അല്ലേ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭം മനോഹരമാകുന്നു എന്ന് സംഗീതക്കാരൻ പറയുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. രക്തം ചെയ്യും. അല്ലേ? ഇന്ന് മാനസാന്തരത്തിന് യോഗ്യമായ ഫലമൊന്നും പുറപ്പെടുവിക്കുന്നില്ല. അയോഗ്യമായ ഫലം പുറപ്പെടുവിക്കുവാൻ പലരെയും കണ്ടും കഴിയുന്നുണ്ട്. അല്ലേ? കാരണം അയോഗ്യമായി ബൈബിൾ കോളേജിലൊക്കെ ഒരു 3 വർഷം പഠിച്ച് 2 സഭയുടെ പാസ്സായിട്ടൊക്കെ ഇരുന്നെന്ന് പറയുന്നു. ആ ഒരു വ്യക്തി സഭയ്ക്കകത്ത് ഹിന്ദിയില് ഭയങ്കര ചീത്ത വിളിച്ചു, ഹിന്ദിയിൽ ഭയങ്കര തെറി വിളിച്ചു. സഭയ്ക്കകത്ത് ഹിന്ദി അറിയാവുന്നവരോട് അറിയത്തില്ലാത്തവരുണ്ട്. അപ്പൊ ഒരു പാസ് ഹിന്ദി ഭയങ്കര തെറി, അസഭ്യം. അല്ലേ? അപ്പൊ ഞാനത് കഴിഞ്ഞു, നിങ്ങൾ എന്തിനാ ഹിന്ദി തെറി വിളിച്ചത്? മലയാളത്തിൽ വിളിച്ചാൽ പോരായിരുന്നു? ഹിന്ദി അറിയാവുന്ന ഒരു ഇരിപ്പുണ്ടല്ലോ. എന്നൊക്കെ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയൊക്കെയാ കേട്ടോ. അല്ലേ? ഹിന്ദി തെറി വിളിക്കുക, ഹിന്ദി തെറി വിളിക്കുന്ന ഉപദേശിമാരുണ്ട് നമ്മുടെ ഇടയില്. അല്ലേ? ഒന്ന് ഓർത്തു നോക്കി, പിശാച് എത്രമാത്രം ക്രൈസ്തവ സമൂഹത്തെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിതൻ, നാം പാപത്തിൽ വീണ് പോകാതെ വിശുദ്ധിയിൽ ജീവിക്കണം. ക്രൈസ്തവ സമൂഹത്തിന് ദൈവം തന്നിരിക്കുന്ന ഉപദേശത്തിനകത്ത് സാത്താൻ കയറരുത്, പിശാചുക്കൾ കയറരുത്. അല്ലേലൂയ. സാത്താൻ നമ്മുടെ സഭയെ അമലതി ഭരിക്കരുത്. അപ്പം തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ സാത്താൻ സഭയ്ക്കകത്ത് ആ ഭാഗത്ത് വന്ന് കയറും. പിന്നെ യുദ്ധം നടത്തും, അവിടെ സംഘർഷങ്ങൾ ഉണ്ടാകും. അല്ലേലൂയ. അപ്പം നമുക്കറിയാം, ഡെൻമാർക്ക് എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് ഒരു ദേവദാസൻ എഴുതിയത് ഞാൻ വായിച്ചു. ആ ദേവദാസൻ ഡെൻമാർക്കിലേക്ക് പോയപ്പം അവിടെ ധാരാളം സാത്താനി സഭകളെ കാണുവാൻ കഴിഞ്ഞെന്ന്. അവർ കറുപ്പും വസ്ത്രം ധരിച്ചും സാത്താനെ ആരാധിക്കുന്നു. ഒരു സ്ത്രീയെ നഗ്നതയോടെ കിടത്തി മന്ത്രങ്ങൾ ഉരുവിട്ട് സാത്താന്റെ ആരാധന ചെയ്തു വരുന്നു. അവിടെ നരബലി വരെ ചെയ്യുന്നതിന് മടിക്കുന്നില്ലെന്ന. അവർക്ക് പ്രത്യേകമായിട്ടൊരു വേദപുസ്തകമുണ്ട്. സാത്താനി സഭകൾക്ക് ഒരു പ്രത്യേകമായ വേദപുസ്തകമുണ്ട്. അല്ലേ? അപ്പം സാത്താന്റെ വേദപുസ്തകം എന്ന് പറയുന്നത് നാം വിശ്വസിക്കുന്ന സത്യവേദ പുസ്തകത്തിന്റെ വിരോധമാണ്. അവരുടെ പ്രസംഗങ്ങളെല്ലാം ദൈവത്തിന് വിരോധമാണ്. സാത്താനി സഭകളുടെ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന പ്രമാണങ്ങളെല്ലാം ദൈവസഭയ്ക്ക് വിരോധമാണ്. അല്ലേ? നമ്മളത് തിരിച്ചറിയണം. ഈ കാലഘട്ടം ദൈവസഭ വിശുദ്ധിയിൽ മുന്നോട്ട് പോകണം. ദൈവസഭയുടെ വിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നുമില്ലെന്ന് ദൈവത്തിനൊക്കെ വായിക്കുന്നുണ്ടെന്നേ നമ്മള്. അപ്പം വിശുദ്ധി ആയിരിക്കട്ടെ. യേശു വരാൻ സമയമായി. അപ്പൊ കർത്താവിന്റെ സഭകളെ എങ്ങനെ നശിപ്പിക്കണമെന്നുള്ളതാണ് സാത്താന്റെ ലക്ഷ്യം, സാത്താനി സഭകളുടെ ലക്ഷ്യം. ക്രൈസ്തവ സമൂഹത്തെ എങ്ങനെ നശിപ്പിക്കുക, ക്രൈസ്തവരെ ഇല്ലായ്മ ചെയ്യുക, ക്രൈസ്തവ വിശ്വാസത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുക എന്നുള്ളതാണ് സാത്താനി സഭക്കാരുടെ തീരുമാനം. ലോകം സാത്താന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവരുടെ തന്ത്രങ്ങൾ പ്രയോഗിക്കും. ലോകം സാത്താനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പിശാച് അവരുടെ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തും. ഹല്ലേലൂയ, സ്തോത്രം. സാത്താന്റെ ഭരണം സഭകളിൽ അധികരിച്ചു കൊണ്ടിരിക്കുക. അല്പാൽപമായി സഭകൾ എന്ത് ചെയ്യുന്നു? തങ്ങളുടെ ആദ്യ സ്നേഹത്തെ നഷ്ടപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. നാം വീണ്ടെടുക്കപ്പെട്ട നാളുകളിൽ ഹല്ലേലൂയ നമുക്കുണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെടാൻ തുടങ്ങി, തണുക്കുവാൻ തുടങ്ങി. അപ്പൊ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക.
ഇതിന്റെ ആദ്യ സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കും കാണുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ അഥവാ ക്രൈസ്തവ സഭയുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട് അവരുടെ ഉള്ളിൽ ഒരുപാട് ദുരുപദേശങ്ങൾ കയറിക്കൂടാൻ തുടങ്ങി. ഇവിടെ ദുരുപദേശങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. ദുരുപദേശങ്ങൾ കാലഘട്ടമാണ്. കള്ളപ്രചാരണങ്ങൾ, കള്ള ഉപദേശങ്ങൾ, കള്ളപ്രവാചകന്മാർ ഒരുപാട് എഴുന്നേറ്റുകൊണ്ടിരിക്കുക. പണത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കുക നമ്മുടെ ശുശ്രൂഷ. ആത്മാക്കളുടെ വിടുതലായിരിക്കണം. അല്ലേ? ആത്മാക്കളുടെ വിടുതൽ, ആത്മാക്കളുടെ രക്ഷയായിരിക്കണം. ഞാൻ മുമ്പ് ആവർത്തിച്ചല്ലോ, എത്രയോ ആളുകളാണ് സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിലൂടെ കടന്നു പോകുന്നത്. ഒരാശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു കൊടുത്താൽ, സ്വാതന്ത്ര്യത്തിന്റെ വാക്ക് പറഞ്ഞു കൊടുത്താൽ, ഒരു കരുണയുടെ വാക്ക്, അവരുടെ ദയയോടെ സംസാരിച്ചാൽ, മനസ്സരിവോടുകൂടി നിങ്ങൾ അവരോട് സംസാരിച്ചാൽ, അവർ വേദനിക്കുന്ന അവരുടെ ഹൃദയവേദനകൾ മാറി അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് മടങ്ങി വരുവാൻ കഴിയും. അല്ലേ? എരിയുന്ന തീയിലേക്ക് എണ്ണ ഒഴിച്ച് വീണ്ടും അത് ആളിക്കത്തിക്കുന്നതായിരിക്കരുത് നമ്മുടെ ശുശ്രൂഷ. യേശുക്രിസ്തു കാണിച്ചതുപോലെ സ്നേഹത്തിൻ്റെതായിരിക്കണം. അല്ലേ? അപ്പം പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അല്ലേ? അപ്പൊ സാത്താൻ സഭകളെ മുഴുവൻ അവന്റെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുക. സാത്താൻ സകല ക്രൈസ്തവ സമൂഹത്തെയും അവന്റെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. യോഹന്നാനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം അല്ലെങ്കിൽ സ്തോത്രം 5-ാം അധ്യായം അല്ലെങ്കിൽ അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം, നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. അപ്പം അല്ലെങ്കിൽ സ്തോത്രം, നാം ദൈവത്തിൽ നിന്നുള്ളവരെന്ന് നാം അറിയണം. അല്ലേ? മറ്റൊരാൾ പറഞ്ഞിട്ടല്ല അറിയേണ്ടത്, നമ്മൾ തന്നെ അറിയണം. അല്ലേ? ഞാൻ ദൈവത്തിൽ ജനിച്ചവനാണ്, ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ് എന്ന് നമ്മൾ നമ്മെ കുറിച്ച് തന്നെ അറിയണം. അതാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത്, നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് യോഹന്നാൻ പറയുക. ഈ സർവ്വലോകം ആരുടെ അധീനതയില്ല? ദുഷ്ടന്റെ അധീനതയില്ല. 1 യോഹന്നാന്റെ ലേഖനം 5:19 വായിച്ച് നമുക്ക് കാണാൻ കഴിയും. അല്ലേ? എന്നെ കേൾക്കാൻ കഴിയും. നമുക്ക് ഈ സഭയ്ക്കകത്ത് പരസ്പരം ക്ഷമിക്കപ്പെടുവാനുള്ള ഒരു മനസ്സാണ് വേണ്ടത്. പരസ്പരം ക്ഷമിക്കപ്പെടുക, പരസ്പരം അതിൽ സഹകരിക്കുക. ആമേൻ. ക്രിസ്തുവിന്റെ മണവാട്ടി സഭ നമ്മുടെ മണവാളനായിരിക്കുന്ന കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കത്തോടുകൂടെ ഇരിക്കുക. അല്ലേ? അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് കേട്ടോ. അല്ലേ? കർത്താവിന്റെ സഭകളെ, ദൈവസഭകളെ, ദൈവജനത്തെ, വിശ്വാസ ജീവിതത്തെ തകർത്ത് കളയുന്ന പൈശാചിക മണ്ഡലങ്ങൾ നമ്മൾ സാത്താൻ ഉപദേശത്തിലേക്ക് പോയി കഴിഞ്ഞാല്, ദുരുപദേശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? കുടുംബത്തിനകത്ത് ശാപം വന്നു കയറും, രോഗം വന്നു കയറും, മഹാവ്യാധികൾ വരും, കടക്കെണികൾ വരും, ഉപദ്രവങ്ങളും പീഡകളും കടന്നു വരും, ദേശത്തിന്റെ പോരുകൾ കടന്നു വരും എന്ന് വേണ്ട സകല പൈശാചികമായ തന്ത്രങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ. അതുകൊണ്ടാണ് ദൈവത്തിനും പറഞ്ഞത്, നിങ്ങളെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന തിരഞ്ഞ് അലറുന്ന സിംഹം എന്ന പോലെ തിരഞ്ഞു ചുറ്റി നടക്കുന്നു. നിങ്ങൾ പ്രതിയോഗി പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നുവെന്ന് 1 പത്രോസ് ലേഖനം 5:8 വായിച്ചാൽ കാണാൻ കഴിയും. 7-8 കൂടെ വായിച്ചാൽ കാണാൻ കഴിയും. അപ്പം പിശാച് അവൻ അടങ്ങിയിരിക്കത്തില്ല. അവൻ ഭയങ്കര തന്ത്രം മെനയുന്നവനാണ്. വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ദൈവജനത്തെ തകർത്ത് കളയുവാൻ പിശാച് പലതും കൊണ്ടുവരും. അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ തലമുറകളെ മാത്രം കുറ്റം പറയത്, മുതിർന്നവരെ പോലും പിശാച് അവന്റെ തന്ത്രങ്ങളിൽ കുടുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പ്രാർത്ഥിക്കുക സമയമില്ല, ആരാധിക്കുക സമയമില്ല, ദൈവദിനം വായിക്കുന്ന സമയമില്ല, കൂട്ടായ്മയുടെ കാര്യങ്ങൾ നോക്കുവാനൊന്നും സമയമില്ല. അവർക്ക് ലോകപരമായ ഒരുപാട് കാര്യങ്ങളാണ്. അല്ലേ? വിശുദ്ധ വേദപുസ്തകം പോലും കരങ്ങൾ കൊണ്ട് എടുക്കാത്തവരുണ്ട് ആഴ്ചയിൽ. ഈ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്ന് വിശുദ്ധ വേദപുസ്തകം നിവർത്തിയാൽ പിറ്റേ ഞായറാഴ്ച വേദപുസ്തകം കരങ്ങൾ കൊണ്ടെടുക്കുന്നവരുണ്ട്. സമയമില്ലായിരുന്ന പറഞ്ഞത്. ഒരാളെന്നാൽ പറഞ്ഞത്, എന്റെ പാസ്റ്റർ ഇടയ്ക്കുന്ന ബൈബിൾ പോലും നോക്കാൻ സമയം കിട്ടിയില്ലെന്ന്. ചിലർക്ക് സഭയ്ക്കകത്ത് ബൈബിൾ മറന്നു വെച്ചിട്ട് പോകും, ഞായറാഴ്ച കൊണ്ടുപോയി പിന്നെ എടുക്കാൻ മറന്നു പോകും. അല്ലേ? പിന്നെ ഇവരൊക്കെ എങ്ങനെ ബൈബിൾ തൊട്ടുന്നത് കൈകൊണ്ട്? അല്ലേ? പിന്നെ ഇന്നത്തെ കാലഘട്ടം മാറി വന്ന ബൈബിളൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഈ സൂത്രപ്പെട്ടി ഒക്കെ പിടിച്ചോണ്ടായിരുന്നു. എന്നാൽ ഈ മൊബൈല് അതിനകത്ത് ഒരുപാട് സൂത്രങ്ങളുണ്ടല്ലോ. ആ പെട്ടി, ആ ചെറിയ പെട്ടി പോലെയുള്ള ആ സാധനമൊക്കെ പിടിച്ചുകൊണ്ടാണ് എല്ലാവരും സഭയ്ക്കകത്ത്. എന്ന് പറഞ്ഞാൽ അതെടുത്ത് നിവർത്തി വെച്ചിട്ടാണ് ഇന്നത്തെ ബൈബിൾ വായന, സാക്ഷ്യം പറച്ചില്, പാട്ടുപാടുക എന്നൊക്കെ പറയുന്നത്.
അതിനകത്ത് സകല വെറുക്കൂത്തുമുണ്ട്, സകല വെറുക്കൂത്തുമുണ്ട്. അപ്പം കുഞ്ഞു കുട്ടികളുടെ അടക്കം, മുതിർന്നവരുടെ അടക്കം, അപ്പനമ്മമാരുടെ അടക്കം കയ്യിൽ ഈ വലിയ ഈ പാളം പോലെയുള്ള ഈ സ്തോത്രം അല്ലേലിയ ഈ മൊബൈൽ ഇങ്ങനെ ഇരിക്കുക അല്ലേലിയ. അത് നിവർത്തി വെച്ച സഭയ്ക്ക് തനകത്തൊന്നും ദൈവം പ്രസാദിക്കത്തില്ലെന്നേ. നീ ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സാക്ഷ്യം പറയാൻ വേണ്ടി വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിശാച് മെസ്സേജ് തരും അതിനകത്ത്. ആ ശബ്ദം കേട്ടിട്ടില്ലേ? പിശാച് മെസ്സേജ് വരും. ആ സമയത്ത് ആരെങ്കിലും വിളിക്കും. അപ്പൊ നിങ്ങളുടെ ചിന്ത അങ്ങോട്ട് പോകും. ഏകാര്യത്തിലൂടെ വചനം വായിച്ച് സാക്ഷ്യം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആ സാധനമൊക്കെ മാറ്റി വെച്ചിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ദൈവസന്നിധി ഇരുന്ന് വചനം വായിക്കണം. നിങ്ങളുടെ സ്വന്തം കരങ്ങൾ കൊണ്ട് നിങ്ങൾ ബൈബിൾ എടുക്കാൻ പഠിക്കണം. അല്ലേ രക്തം ചെയ്യും. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര മനോഹരമാകുന്ന. അവരുടെ കയ്യിലൊക്കെ സ്വന്തമായിട്ട് ബൈബിൾ ഉണ്ടെന്നേ. അപ്പൊ നിങ്ങൾ എത്ര ദൂരം നടന്ന് യാത്ര പോയാലും നിങ്ങളുടെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ബാഗിൽ സൂക്ഷിക്കത്തക്ക നിലയിലുള്ള ബൈബിൾ നമുക്കുണ്ട്. അതൊരു ബൈബിൾ നിങ്ങളുടെ ബാഗിൽ ഇട്ടുകൊണ്ട് നിങ്ങൾ കടന്നിരുന്ന സഭയില്, കടന്നിരുന്ന ഭവനങ്ങളിൽ, കടന്നു പോകുന്ന മീറ്റിങ്ങിനകത്ത് നിങ്ങളുടെ സ്വന്തം കരങ്ങൾ കൊണ്ട് നിങ്ങളുടെ സ്വന്തം ബൈബിൾ അത് നിങ്ങളുടെ കരങ്ങൾ കൊണ്ടെടുക്കണം. അത് നിങ്ങളുടെ കരങ്ങൾ കൊണ്ടെടുത്ത് അത് തുറന്ന് വായിക്കുന്ന പിശാചിന് പേടിയാ. സ്വന്തമായിട്ട് ബൈബിൾ ഉള്ളവൻ പിശാചിന് പേടിയാ. സ്വന്തമായിട്ട് ബൈബിളില്ല, നിങ്ങൾ മൊബൈലും കണ്ടിരുവാണെങ്കിൽ പിശാച് പറയും, നീ അത് പിടിച്ചാൽ മതി, അത് പിടിച്ചാൽ അതെനിക്ക് ഇഷ്ടമാണ്, അതിനകത്ത് എൻ്റെ എല്ലാ സൂത്രമാണെന്ന് പറയും. അതുകൊണ്ട് പലരും ഇന്ന് പിശാചിന്റെ സൂത്രമായിട്ടാണ് വരുന്നത്. പിശാചിന്റെ സൂത്രമായിട്ട് സഭയിൽ അന്ന് ഇതും കൊണ്ട് എഴുതിയിട്ടിരിക്കുമ്പോൾ പിശാച് പറയും, അവൻ എൻ്റെ സാധനം പിടിച്ചിരിക്കുന്നു പറയും. അല്ലേരിയ. അത് സ്വന്തമായിട്ട് ബൈബിൾ ഉണ്ടോ സഹോദര സൗകര്യ? നിനക്ക് ആലയത്തിൽ വരാൻ, ആലയത്തിൽ കടന്നു വരുന്ന നിനക്ക് സ്വന്തമായിട്ട് ബൈബിളോ നിന്റെ കയ്യിലുണ്ടോ? നിനക്ക് സ്വന്തമെന്ന് പറയാം. നിന്റെ സ്വന്തം കൈകൾ കൊണ്ടെടുത്ത് വായിക്കുവാൻ, നിനക്ക് വചനം കാണുവാൻ, ധ്യാനിക്കുവാൻ, സാക്ഷ്യം പറയും നിനക്ക് സ്വന്തമായി ബൈബിളുണ്ടോ? ഇല്ലെങ്കിൽ നീ വാങ്ങണം. ഈ മൊബൈലുമായിട്ട് സഭയ്ക്കകത്ത് എഴുന്നേറ്റ് നിൽക്കരുത്. അത് പിശാചാ നിന്നെ എഴുന്നേൽപ്പിക്കുന്നത്, സാത്താനാ നിന്നെ എഴുന്നേൽപ്പിക്കുന്നതെന്ന്. അല്ലേരിയ. ഭാഷ, ഇന്നത്തെ ഭാഷ മാറി മാറി വന്നു കഴിഞ്ഞപ്പോൾ ഓരോന്നോരോന്ന് ഇന്നത്തെ സഭയുടെ ഇടയന്മാരും എന്നെ സംബന്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം അവരും അതൊക്കെ പിടിച്ചാ നിൽക്കുന്നേ. നിങ്ങൾ വല്ല ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ലാപ്ടോപ്പ്, ഈ ടാബൊക്കെ ഉപയോഗിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അതിനകത്തൊക്കെ മെസ്സേജ് തയ്യാറാക്കി വരുന്നത്. അതിനകത്തൊന്ന് ഫോൺ വിളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്യത്തില്ല. അവരുടെ ഫോൺ വിളിക്കാൻ വേറെ മൊബൈൽ കാണും. അങ്ങനെ നിങ്ങൾ വിശുദ്ധിയുടെ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കണം. ദുരുപദേശങ്ങൾ സഭയ്ക്കകത്തൊന്ന് ഉഴഞ്ഞു കയറി തുടങ്ങി സകലരെ നശിപ്പിക്കുക. അല്ലേരിയ. ഈ മൊബൈൽ ഇത്രമാത്രം വ്യാപകമായിട്ടൊരു 10-20 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അതിനു മുമ്പൊക്കെ ഇതൊക്കെ അത്ര പണമുള്ളവർ മാത്രം വാങ്ങി വെച്ചുകൊണ്ടിരുന്നതാണ്. സാധാരണക്കാരായ എല്ലാവർക്കും ഒന്നും ഈ ബൈബിള് അല്ലെങ്കിൽ ഈ മൊബൈൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇന്ന് ബൈബിൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് സാധാരണക്കാരായിരിക്കും നല്ലൊരു കൂട്ടം ജനം ബൈബിൾ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു കൂട്ടം ജനം എന്ത് ചെയ്യുന്നു? ഈ സാത്താന്റെ തന്ത്രം ഉപയോഗിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്ലേസിലേക്ക് താ. നീ വീണ്ടെടുപ്പ് പ്രാപിച്ചവനാണെങ്കിൽ, നീ വീണ്ടെടുക്കപ്പെട്ടവൻ, മാനസാന്തരപ്പെട്ടവനാണെങ്കിൽ, നീ സഭയ്ക്കകത്ത് വരുമ്പോൾ നിന്റെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരിക്കണം. നീ മൊബൈൽ എടുത്ത് ഉയർത്തിപ്പിടിക്കരുത്. നിന്റെ മൊബൈലിനകത്ത് വരുന്ന മെസ്സേജുകൾ, നിന്റെ മൊബൈലിനകത്ത് വരുന്ന ഇത് കേൾക്കാനല്ല ദൈവസഭ ആരാധിക്കുന്നത്. നിന്റെ മൊബൈലിൽ നീ എടുത്ത് മാറ്റിവെക്കണം. അതിനകത്തെ മ്ലേച്ഛത കണ്ടുകൊണ്ട്, അതിനകത്തെ മ്ലേച്ഛ സ്വഭാവങ്ങളെ കണ്ടുകൊണ്ട്, അശ്ലീല ചിത്രങ്ങളെ കണ്ടുകൊണ്ട് നീ ദൈവത്തെ ആരാധിക്കരുത്. അത് നിന്നെ കണ്ട് ആരാധിപ്പിക്കുന്നത് പിശാച. അല്ലേരിയ. ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന നിന്റെ കൂട്ടുകാർക്ക്, നിന്റെ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കുക. പിശാച നിന്നെ കണ്ട ജയിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ആരാധന സ്വന്തമായി ബൈബിൾ ഉണ്ടാകും. ഇന്ന് സ്വന്തമായിട്ട് ബൈബിൾ ഇല്ലാത്ത വിശ്വാസികൾ. അതുകൊണ്ട് നീ പോകുന്ന വഴിക്കെല്ലാം ബൈബിൾ കൊണ്ടുപോകണം. അല്ലേരിയ. ഞാനൊരു കാര്യം നിങ്ങൾ, ഞങ്ങളൊക്കെ എവിടെ പോയാലും ബൈബിൾ കൊണ്ടുപോകും. ഞങ്ങളുടെ ഈ മൊബൈലും ഉണ്ട്, ഞങ്ങൾക്ക് എവിടെ പോയാലും ബൈബിളും കൊണ്ടുപോകും. ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് കിട്ടി, ഒരു പ്രബോധനം, വലിയൊരു മെസ്സേജ് പറയാൻ എനിക്ക് അവസരം കിട്ടി, ഞങ്ങളുടെ സ്വന്തം ബൈബിൾ, ഞങ്ങളുടെ സ്വന്തം കൈ കൊണ്ടെടുക്കും. അത് സ്വർഗത്തിന് ഇഷ്ടമാണ്. അല്ലേരിയ. അത് സ്വർഗത്തിന് ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾ ആ സ്വന്തം ബൈബിള് ബാഗിനകത്ത് വെച്ച് കൂട്ടി വെച്ചിട്ട് ഞങ്ങൾ മൊബൈൽ എടുത്ത്, അത് പിശാചിന് ഇഷ്ടമാണ്. അല്ലേരിയ. വിശുദ്ധിയോടെ ദൈവത്തെ ഇതാണ് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭം മനോഹരമെന്നൊക്കെ ദൈവത്തിനും പറയുമ്പോൾ സഭയ്ക്കകത്ത് ദൈവസ്നേഹം നിലനിൽക്കണം. അല്ലേലൂയ. അപ്പൊ ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് ലോകത്തിൽ സഭയെ സ്ഥാപിച്ചു, എന്നാൽ ഈ സഭയ്ക്കകത്ത് ലോകം പ്രവേശിച്ചിരിക്കുന്നു എന്നാണ്. കർത്താവ് ഭൂമിയിലെ സഭയാണ് സ്ഥാപിച്ചത്. അല്ലേലൂയ. സഭയ്ക്കകത്ത് ലോകമില്ലായിരുന്നു. പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന 120 പേരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നിറങ്ങി.
120 പേര് ഒത്തൊരുമിച്ചിരുന്നപ്പോൾ അവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നിറങ്ങി. അവരെല്ലാവരും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി. എത്ര ഒത്തൊരുമയാ, എത്ര സ്നേഹത്തിന്റെ, ഐക്യതയുടെ, കരുണയുടെ, മനസ്സലിവിന്റെ ശുശ്രൂഷയാണ് നടന്നത്. അതുകൊണ്ടല്ലേ യെരൂശലേം ദേവാലയത്തിൽ ഉത്സവത്തിന് പെരുന്നാളിൽ വന്ന 3000 പേര് ഓടി വന്ന് രക്ഷിക്കപ്പെട്ടതൊക്കെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഹല്ലേലൂയ, സ്തോത്രം. സഭയ്ക്കകത്ത് ലോകം പ്രവേശിക്കരുത്. സഭയ്ക്കകത്ത് ലോകപരമായ ഒന്നും പ്രവേശിക്കാൻ, ലോകപരമായ ഒരു കാര്യങ്ങൾ സഭയ്ക്കകത്ത് ചെയ്യരുത്. സഭ ദൈവത്തിൻ്റെതാണ്. കപ്പൽ വെള്ളത്തിലാണ് കിടക്കുന്നതെങ്കിലും കപ്പലിനകത്ത് വെള്ളം കയറുന്നില്ല. കപ്പൽ വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്ന വണ്ടിയാണ്. ഈ വഞ്ചികളും ബോട്ടുകളൊക്കെ ഉണ്ട്, അത് വെള്ളത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് വെള്ളം കയറുന്നില്ല. അതിനകത്ത് വെള്ളം കയറിയാൽ അത് മുങ്ങിപ്പോകുന്ന എന്ന് പറഞ്ഞ് സഭയ്ക്കകത്ത് ലോകം കയറിയാൽ സഭ ലോകത്തിലായി പോകും. സഭ ലോകത്തിലായതുകൊണ്ടാണ് ഇന്ന് സഭയ്ക്കകത്ത് സകല അശുദ്ധിയും വന്ന് കയറിയത്, ദുരുപദേശങ്ങൾ വന്ന് കയറിയത്. സഭ ലോകത്തിലായതുകൊണ്ടാണ് എല്ലാവരും ഈ മൊബൈൽ ഉപയോഗിച്ച് തുടങ്ങിയത്. വീണ്ടും ഞാനത് തന്നെ പറയുക. അവിടെ മാനസാന്തരപ്പെട്ട് മടങ്ങി വേണം. കർത്താവ് യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവികൾ, കർത്താവ് തന്റെ മണവാട്ടി സഭയെ ചേർക്കാൻ വരുന്ന സമയം, അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് കർത്താവ് നമ്മൾ പറഞ്ഞിട്ടില്ല. നിലയാത്ത നാഴിയിൽ, നൊടി നേരത്തിനിടയിൽ, കണ്ണിമയ്ക്കുന്നിടയിൽ കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ നിത്യതയിലേക്ക് ചേർക്കപ്പെടണമെങ്കിൽ സഭയ്ക്കകത്ത് ഒത്തൊരുമിച്ച് ഐക്യതയുടെ, സ്നേഹത്തിന്റെ ശുശ്രൂഷ വെളിപ്പെടണം. രക്തം ചെയ്യാം, അവിടെ ഭിന്നത പാടില്ല. ഹല്ലേലൂയ. അപ്പം വാസ്തവമായിട്ട് ദൈവസഭയുടെ അടിസ്ഥാനത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. അപ്പൊ ദൈവമക്കളുടെ മുഖ്യ ലക്ഷ്യം എന്താണ്? നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളെ വിടുവിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ദൈവസഭയുടെ യഥാർത്ഥ ലക്ഷ്യം, ദൗത്യം എന്നൊക്കെ പറയുന്നത്. നരകക്കടലിലേക്ക്, നരകാഗ്നിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വലിയ കൂട്ടം ജനത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ദൈവരാജ്യത്തിലേക്ക് അവരെ നടത്തുക എന്നുള്ളതാണ് ദൈവസഭയുടെ ശുശ്രൂഷ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് അല്ലെങ്കിൽ സ്നേഹപൂർവ്വം ഇങ്ങനെ വാഗ്ദത്തം ചെയ്യുകയാണ്. പത്രോസിനോട് പറഞ്ഞു, ഹല്ലേലൂയ. പത്രോസിന് പറഞ്ഞ് സ്നേഹപൂർവ്വം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. നമ്മുടെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ വായിച്ച് കാണാൻ കഴിയും. നീ പത്രോസ് ആകുന്ന ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ എന്നെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്ത് താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കിട്ടുന്നൊക്കെയും ഞാൻ സ്വർഗത്തിൽ കെട്ടപ്പെട്ട്, നീ ഭൂമിയിൽ അഴിക്കുന്നൊക്കെയും ഞാൻ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ പത്രോസിനോട് യേശു പറഞ്ഞു, നീ പത്രോസ് ആകുന്നു ക്രിസ്തു എന്ന പാറമേൽ. ഈ പാറമേൽ എന്ന് പറയുന്നത് ക്രിസ്തു എന്ന പാറമേൽ സഭയെ പണിയുന്നു. അതിന് പലരും പറഞ്ഞ പത്രോസ് എന്ന പാറമേൽ സഭയെ പണിയുമെന്നാണ്. ആ വാക്യം തിരിച്ചു മറിച്ചൊക്കെ പറയുന്നത്. അപ്പം പത്രോസിനോട് യേശു പറയും എന്ന് പറഞ്ഞാൽ സഭയുടെ പണി നടത്തുന്നത് യേശു ക്രിസ്തുവാണ്. പത്രോസോ പൗലോസോ അല്ലെങ്കിൽ നവീകരണ കർത്താക്കളോ ഒന്നും അല്ല സഭയുടെ പണി നടത്തുന്നത്. അവരുടെ സഭയുടെ പണിയുടെ ഓരോ കല്ലുകളാണ്. പത്രോസ് ആയാലും പൗലോസ് ആയാലും നവീകരണ കർത്താക്കന്മാരായാലും ആദ്യ സഭയിലെ വിശ്വാസികളായിരുന്നാലും ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും കർത്താവ് തന്റെ സഭയെ പണിയുമ്പോൾ ആ പണിക്ക് കർത്താവ് ഉപയോഗിക്കുന്ന ഒരു കല്ലുകൾ മാത്രമാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. സഭ ദൈവത്തിൻ്റെതാണ്. സഭ ദൈവത്തിന്റെ സഭയാണ്. സഭ ദൈവത്തിന്റെ ദൈവമാണ് സഭയെ പണിയുന്നത്. ആ ദൈവം പണിയുന്ന സഭയെ തകർക്കുവാൻ ഈ ലോകത്തിന്റെ അന്ധകാര ശക്തിക്കും കഴിയില്ല. ഒരു സാത്താൻ ശക്തിക്ക് കഴിയത്തില്ലെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ എന്നെ ജയിക്കുകയില്ല. പാതാള ഗോപുരങ്ങൾ ഒന്നടങ്കം എഴുന്നേറ്റാലും ദൈവസഭയെ തകർക്കാൻ കഴിയുകയില്ലെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ യുദ്ധായുധങ്ങൾ തെരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിന്റെ ഒരുക്കം കാലിന് ചെരുപ്പാക്കി എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷയെന്ന ശസ്ത്രവും ദൈവത്തിന്റെ ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിന്നാണ് എഫെസ്യ ലേഖനം 6-14-17 വായിക്കുന്നത്. നമുക്ക് ഭാഗം ഒരുപാട് വിശദീകരിച്ചു പോകാൻ സമയമില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളുടെ യുദ്ധത്തിൽ, നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു യുദ്ധക്കളത്തിലാ, ഒരു പോർക്കളത്തിലാ, നിങ്ങളൊരു പോരാട്ടത്തിലാ. ലോകത്തോട് നിങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുക, പിശാചിനോട് നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഈ യുദ്ധക്കളത്തിൽ നിങ്ങൾ തകർന്നു പോകരുത്. നിങ്ങൾ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിൽ ജയിക്കണം. ജയാളിയായി കർത്താവിനെ അനുഗമിക്കണം. പ്രൈസ് ദി ലോർഡ്.
ആരാധന മുടക്കി നീ വീട്ടിലിരിക്കരുത്. ഇന്ന് ഒരുപക്ഷെ ചിലരൊക്കെ ആമേ പിശാച് നീ ഇന്ന് ആരാധനയ്ക്ക് കടന്നു പോകണ്ട, നിനക്ക് കാലിന് വേദനയാ, നടുവിന് വേദനയാ, മുട്ടിന് വേദനയാ, ആ ശ്വാസം മുട്ടല, പനിയാ, ജലദോഷമാ എന്നൊക്കെ പിശാച് ഇതിനോട് പറയും. നീ ദൈവസഭയ്ക്ക് വരാതിരിക്കരുത്. നീ ദൈവസഭയിൽ കടന്നു വരുമ്പോൾ നിന്റെ ഏത് വ്യാധിയായാലും ദൈവം മാറ്റിത്തരും. ലേവിയ വിശ്വാസത്തോടെ വരണം, വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടി വന്നാലാ കേട്ടോ. അല്ലാതെ നീ പാസ്റ്റർ പറഞ്ഞ് നിങ്ങൾ സഭയിൽ ഏത് വ്യാധി മാറ്റിത്തരുമെന്നൊക്കെ പറഞ്ഞ അല്ലേരിയ അങ്ങനെ മാറ്റി നിങ്ങൾ വിശ്വാസവും വിശുദ്ധിയോടും വേണം. ഇന്നത്തെ ശുശ്രൂഷകൾ ഇന്നാളില് ഒരല് രണ്ട് ചെവി കേൾക്കത്തില്ലാത്ത ഒരു സഹോദരൻ ചെവിക്ക് കാഴ്ച കൊടുക്കുന്ന ശുശ്രൂഷ നിങ്ങൾ കണ്ടില്ലേ? രണ്ട് ചെവിയും കേൾക്കത്തില്ല. ആ സഹോദരി മുമ്പിൽ വിളിച്ചു നിർത്തിയിട്ട് രണ്ട് ചെവിയും കേൾക്കത്തില്ലല്ലേ? അപ്പൊ ആ കുട്ടി പറഞ്ഞില്ല. ഈ ചെവി കേൾക്കാവൂ? ഇല്ല. ഈ ചെവി കേൾക്കാവൂ? ഇല്ല. രണ്ട് ചെവിയും കേൾക്കത്തില്ല, ഒട്ടും കേൾക്കത്തില്ല. രണ്ട് ചെവി കേൾക്കാത്ത ഒരു കുട്ടിയോട് ചോദിക്കുക ചെവി കേൾക്കത്തില്ല, ആ കുട്ടി പറയില്ല. അപ്പൊ എന്താ നിങ്ങൾ ഇതിനകത്ത് ചിന്തിക്കുന്നത്? അങ്ങനെയുള്ള ശുശ്രൂഷയൊക്കെ ഇന്ന് നടക്കുന്നത്. അങ്ങനെയുള്ള ശുശ്രൂഷയ്ക്കകത്തൊക്കെ ലോകപരമായ വിടുതലൊക്കെ നിങ്ങൾ അഭിനയിച്ചും നിങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥമായി ദൈവസഭയ്ക്കകത്ത് വിശുദ്ധിയോടെ കടന്നു വരണം. കടന്നു വന്നാൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അപ്പം ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് വേണം വരാൻ. അപ്പം ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു എന്ന് നമ്മൾ അപ്പോസ്തലർ 2:47 വായിക്കുന്നുണ്ട്. അല്ലേ? എന്ന് പറഞ്ഞാൽ ആ കർത്താവ് പത്രോസ് ആ അടക്കമുള്ളവരുടെ ശുശ്രൂഷയിൽ എന്ത് ചെയ്തു? വിശ്വസിച്ചവരെ അല്ലേലൂയ അവരുടെ ദൈവത്തിന്റെ കൃപ വരികയും അവർ ദൈവകൃപയും ദൈവത്തെ സ്തുതിക്കുകയും രക്ഷിക്കപ്പെടുന്നവരെല്ലാം ദൈവസഭയോട് ചേർത്ത് കൊണ്ടിരുന്നു എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായമായി. നിങ്ങൾ അതൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭമനോഹരമാകുന്നു. അതുകൊണ്ട് നമ്മുടെ സഭ എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധിയുടെ പ്രമാണത്തിലായിരിക്കണം, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലായിരിക്കണം. അവിടെ സ്നേഹത്തിന്റെ, കരുണയുടെ, ലാളനയുടെ, ആശ്വാസത്തിന്റെ മേലിയ ശുശ്രൂഷയാണ് വെളിപ്പെടേണ്ടത്. ലേലിയ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമന്നുകൊണ്ട് തമ്മിൽ പ്രബോധിച്ച് ഒരുവൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന, സ്നേഹം പകർന്നു കൊടുക്കുന്ന ശുശ്രൂഷകൾ നമ്മുടെ സഭയിൽ ഉണ്ടാകണം. അങ്ങനെയുള്ള സഭയ്ക്കകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. അവിടെ വീര്യപ്രവർത്തികൾ നടക്കും. ആ സഭ അനുഗ്രഹിക്കപ്പെടും. അത് ഉണർവിന്റെ സഭയായി മാറും. അവിടെ ദുരുപദേശം കടന്നുകൂടത്തിന്റെ സാത്താൻ സഭയ്ക്കകത്ത് പ്രവേശിക്കത്തില്ല. ദൈവമക്കൾ വിശുദ്ധിയോടെ കടന്നു വരണം. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ഇന്ന് പകൽ നീ ആരാധന മുടക്കി നീ കല്യാണത്തിന് പോകാനോ കയറിത്താമസത്തിന് പോകാനോ മറ്റു കാര്യങ്ങൾക്ക് പോകാനോ ആരാധന മുടക്കി നീ ജോലിക്ക് പോകാൻ, ആരാധന മുടക്കി ടൂറിന് പോകാൻ ഒരുങ്ങാതെ നീ ആരാധിക്കുവാൻ വരണം. ആഴ്ചയിൽ 6 ദിവസം നീ വേല ചെയ്ത് 7-ാം ദിവസം കടന്ന് ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. 7-ാം ദിവസം നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം, ജഡത്തിന്റെ ഇഷ്ടപ്രകാരം നീ ലോകത്തിലേക്ക് പോകാതെ, ലോകത്തിലേക്ക് നീ പ്രവേശിക്കാതെ നീ സഭയിലേക്ക് കടന്നു വരണം എന്നാണ്. ലേരിയ മാനസാന്തരത്തോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചെറിയൊരു ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രം. പക്ഷേ എല്ലാവർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക, ചിന്തിക്കുക. വിശ്വാസത്തിന്റെ ആധാരം, വിശ്വാസത്തിന്റെ അടിസ്ഥാനമായി നിൽക്കുക. ക്രിസ്തു വരാറായി. കണ്ണുകൾ അടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വലിയവരെയും ചെറിയവരെയും എല്ലാം ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭ ലോകത്തിലേക്ക് പ്രവേശിച്ച് ലോകത്തിലുള്ള എല്ലാ ദുരുപദേശങ്ങളും ചിന്താഗതിയും ലോകത്തിന്റെ എല്ലാ അശുദ്ധി ദൈവസഭയ്ക്കകത്ത് കയറി ദൈവമക്കളെ തകർക്കുന്ന സാത്താന്റെ പദ്ധതികൾ ഉന്നയിച്ച് ദൈവസഭയ്ക്ക് വിരോധമായി നിൽക്കുമ്പോൾ ക്രൈസ്തവ സമൂഹത്തെ ഏത് വിധത്തിലും ഭൂമി ഉന്മൂലന നാശം ചെയ്യുവാൻ പൈശാചിക ശക്തി ഒന്നുടങ്ങ് എഴുന്നേൽക്കുമ്പോൾ അതിന്റെ നടുവിൽ ദൈവമക്കൾ വിശുദ്ധിയോടെ കടന്നു വന്ന് ഒത്തൊരുമിച്ച് സഹോദരന്മാർ ഒത്തൊരുമിച്ച് എത്ര ശുഭം മനോഹരെന്ന് പറഞ്ഞു. ആ അനുഭവത്തിൽ ദൈവവചനം ശുശ്രൂഷ ദൈവസഭയായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരിക യുവനത്തിലും വാർത്തത്തിലും വൃത്തരാശന്റെ യാച റോഡിന്റെ ചുവട്ടിൽ ജൂയെ തടവറയിലായിരിക്കുന്നവർ കേരളത്തിനായി ഭാരതത്തിലെ ലോകരാജ്യങ്ങൾ 800 കോടി ജനത്തിനായി വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ലാ ഭരണ മേധാവികൾ സംസ്ഥാനങ്ങൾ രാജ്യങ്ങൾ രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ രാജാക്കന്മാർ രാജ്യമാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള മേധാവി ഗോത്രങ്ങൾ ദ്വീപുകളെ ഭരിക്കുന്ന ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്ന എല്ലാ ജനത്തെ അധികാരികളെ കരസേന വ്യോമസേന അതിർത്തികൾക്ക് BSSC നിയമനിർമ്മാണ രംഗത്ത് കരസേന LDF മേധാവികളെ
ഹല്ലേലൂയ. ക്രമസമാധാന പാലകരെ, നമ്മുടെ ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, വിവിധ വകുപ്പുകളെ, കരിയിലും കടലും ആകാശമാർക്കും വാഹനം യാത്ര ചെയ്യുന്ന വാഹന നിർമ്മാണം സെയിൽസ് ചെയ്യുന്നവർ, കർത്താവ് ഈ സമുദ്രത്തിൽ മത്സ്യബന്ധന കടന്നുപോയി കടലോരവാസി തീരദേശവാസികളെ, സഹകരണമേൽ, പുതുമയിൽ, ആരോഗ്യമേൽ, വിദ്യാഭ്യാസ, സാമ്പത്തികമേൽ, സയൻസ്, എഞ്ചിനീയർമാർ, മതസാമൂഹിക സാംസ്കാരിക സംഘടനാ രംഗത്ത്, ചലച്ചിത്രമാധ്യമ മീഡിയ രംഗങ്ങളിൽ നിൽക്കുന്നവരെ, ഭരണപ്രദേശ പാർട്ടികളെ, കൺസ്ട്രക്ഷൻ മോട്ടോർ രംഗത്ത്, അല്ലെങ്കിൽ സ്വതന്ത്രം ട്രേഡ് രംഗത്തും യൂണിയൻ രംഗത്തും പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, എല്ലാ വഴിയോര കച്ചവട വ്യവസായ വ്യാപാരികളും ഞങ്ങൾ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, കഷ്ട സഹിക്കുന്ന വേദന കടന്നുപോകുക, പീഡ അനുഭവിക്കുന്നവർ, വിസ നഷ്ടപ്പെട്ട, സാലറി കിട്ടാതെ ഭാരപ്പെടുന്നവർ, വിസ അവധി കിട്ടാതെ ജോലി ഇല്ലാതെ ഭാരപ്പെടുന്നവർ, വിധമായി പ്രതികൂല കടന്നുപോകുന്നതിനെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കർത്താവിന്റെ വേലയെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദുരുപദേശങ്ങൾ, സാത്താനി സേവകളും സാത്താനി ആരാധനകളും ദേശത്ത് പെരുകുമ്പോൾ ദൈവസഭ ഒരിക്കലും ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകാത്ത വിശുദ്ധിയിൽ തനിച്ചു പാർക്കുന്ന ജനമായി ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിന്മേൽ ദൈവസഭ ഉറപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിന്മേലും ദൈവനീതി വെളിപ്പെടണം യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.